ദൈവനാമത്തിന് പിന്നെയും മഹത്വം ഉണ്ടാകട്ടെ. ദൈവസന്നിധിയിലെ ദൈവവചനത്തിൻ്റെ ധ്യാനത്തിനായിട്ട് നമുക്ക് കടന്നു വരുവാൻ കർത്താവ് നമ്മെ സഹായിച്ചതിനായിട്ട് നന്ദിയോടെ തിരുനാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ 2-3 ആഴ്ചകളായിട്ട് നമ്മൾ ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നത് ജീവിത സാക്ഷ്യം, അതുപോലെ വചനത്തിൻ്റെ സാക്ഷ്യം എന്നീ 2 വിഷയങ്ങൾ നമ്മൾ ആചരിച്ചു പോരേണ്ടതാണ്. അത് നാം ചെയ്യുമ്പോൾ നമ്മിൽ സൗമ്യതയും അതുപോലെ സഹിഷ്ണുതയും വളർത്തേണ്ടത് ആവശ്യമാണ് എന്നുള്ള കാര്യങ്ങൾ വ്യക്തിതലത്തിൽ എങ്ങനെ അത് പാലിച്ചു പോരണം എന്നുള്ള വിഷയമാണ് നമ്മൾ ചിന്തിച്ച് പോകുന്നത്. ഇന്ന് നമ്മൾ ചെയ്തമാണെങ്കിൽ കുടുംബതലത്തിൽ അതെങ്ങനെ പരിശീലിക്കണം എന്നുള്ളതും സഭാതലത്തിൽ എങ്ങനെ പരിശീലിക്കണം എന്നുള്ളതും ചിന്തിക്കുവാനായിട്ട് ശ്രമിക്കാമെന്ന് ആഗ്രഹിക്കുകയാണ്. നമ്മൾ മുൻപേ ചിന്തിച്ചിട്ടുള്ള പോലെ വ്യക്തി ജീവിതത്തിൽ നമ്മളത് ആചരിച്ചു പോരുമ്പോൾ കുടുംബത്തിലേക്ക് അത് കടന്നു വരിക സ്വാഭാവികമാണ്. കാരണം കുടുംബം എന്ന് പറയുന്ന ചില വ്യക്തികളുടെ ഒരു കോൺസെൻട്രേഷനാണല്ലോ, അല്ലെങ്കിൽ ഒരു കൂട്ടമാണല്ലോ. അതുകൊണ്ട് നമ്മൾ വ്യക്തിപരമായിട്ട് ജീവിതത്തിൽ സാക്ഷ്യം പുലർത്തുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ, അതുപോലെ വചനത്തിന് സാക്ഷ്യം പുലർത്തുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ, സൗമ്യതയും സഹിഷ്ണുതയും നമ്മൾ ഉണ്ടെങ്കിൽ അത് കുടുംബത്തിലും നമ്മൾ പ്രദർശിപ്പിക്കുവാനായിട്ട് ഇടയായിട്ട് തീരും. നമ്മൾ പലപ്പോഴും നമ്മളുടെ ജീവിതത്തിലെ വ്യക്തി ജീവിതത്തിലെ കുറവുകളാണ് കുടുംബജീവിതത്തിലെ തകരാറിന് മുഖ്യമായിട്ടുള്ള കാരണമായിട്ട് ഇരിക്കുന്നത്. പല കുടുംബങ്ങളും തകർന്നു പോകുന്നത് വിശ്വാസികളുടെ മധ്യേ തന്നെയും പരസ്പരം മാനസികമായി അകന്ന് നല്ല കുടുംബമല്ലാത്ത അവസ്ഥയിൽ നീരസവും വഴക്കും അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നതിൻ്റെ കാരണം നമ്മുടെ ജീവിതത്തിൽ നാം ശരിയായ സാക്ഷ്യം പുലർത്തുന്നതിൽ വ്യഗ്രത കാണിക്കുന്നില്ല എന്നുള്ളതുകൊണ്ടാണ്. ഈ വിഷയം പഠിച്ച് പ്രാക്ടീസ് ചെയ്യാനായിട്ട് തുടങ്ങിയതിന് ശേഷം എൻ്റെ ജീവിതത്തിലുണ്ടായിട്ടുള്ള ഒരു വലിയ നന്മ എന്ന് പറയുന്നത് എൻ്റെ കുടുംബത്തിൽ എനിക്ക് നന്നായിരിക്കാനായിട്ട് ഇടയാകുന്നുണ്ടെന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ ഒരു കുറവ് എൻ്റെ ജീവിതത്തിൽ വന്നാൽ ദൈവാത്മാവ് എന്നെ കൃത്യമായിട്ടത് ഓർമ്മിപ്പിച്ച് തരും. അതിപ്പോൾ ഭാര്യയോടെ ആണെങ്കിലും മക്കളോടാണെങ്കിലും ക്ഷമാപണം ചെയ്യണമെങ്കിൽ ക്ഷമാപണം ചെയ്യാനായിട്ടുള്ള താഴ്മ ദൈവം തരുന്നുണ്ട്. നമുക്കറിയാം അതൊരു എളുപ്പമുള്ള ഒരു കാര്യം അല്ല. നമ്മൾ പലപ്പോഴും നമ്മളുടെ മനസ്സ് ഉയർന്ന മനസ്സുകളാണ്. നമ്മെക്കുറിച്ച് അല്പം ഉന്നതമായ കാഴ്ചപ്പാടുകളൊക്കെ നമുക്കുള്ളത്. അത്രയ്ക്കൊന്നും ഇല്ല എങ്കിലും കഴിഞ്ഞ ആഴ്ച നമ്മൾ ചിന്തിച്ച പോലെ ദാനം കിട്ടിയതാണെല്ലാം എങ്കിലും നമ്മൾ പ്രശംസിക്കുന്നവരാണ്. നമുക്ക് നമ്മെക്കുറിച്ച് ഒരു സ്വല്പം മതിപ്പൊക്കെ ഉള്ളവരാണ്. ഭാര്യയുടെ മുമ്പിൽ താഴുക, അല്ലെങ്കിൽ ഭർത്താവിൻ്റെ മുമ്പിൽ താഴുക, മക്കളുടെ മുമ്പിൽ താഴുക എന്നൊക്കെ പറയുമ്പോൾ ഒരു പ്രയാസമുണ്ട് അവിടെ. പക്ഷേ ഒരു ദൈവഭക്തനെ സംബന്ധിച്ചിടത്തോളം അതൊരു വിഷയമല്ല. അതെന്താ കാരണമെന്ന് ചോദിച്ചാൽ, അവന് മനുഷ്യർ എന്നുള്ളതല്ല വിഷയം, അവന് ദൈവം എന്നുള്ളതാണ് വിഷയം. മനുഷ്യരുടെ മുമ്പിൽ എനിക്ക് കുറ്റമുണ്ടെങ്കിൽ അത് പരിഹരിച്ച് എൻ്റെ ദൈവത്തിൻ്റെ മുമ്പിൽ നല്ല മനസാക്ഷി എനിക്കുണ്ട് എന്ന് ഉറപ്പുവരുത്തേണ്ടത് ഒരു ഭക്തൻ്റെ ആഗ്രഹമാണ്. അതുകൊണ്ട് അവൻ ഒരു നിസാര വിഷയമാണെങ്കിൽ പോലും അത് സമൂഹത്തിലാകട്ടെ, സഭയിലാകട്ടെ, കുടുംബത്തിലാകട്ടെ, എവിടെയാണെങ്കിലും അത് പരിഹരിച്ച് ദൈവവുമായി നല്ല മനസാക്ഷി തനിക്കുണ്ടെന്ന് ഉറപ്പുവരുത്താനായിട്ട് അവൻ ശ്രമിച്ചുകൊണ്ടിരിക്കും. അതാണ് ഒരു ദൈവഭക്തൻ്റെ മികച്ചതായിരിക്കുന്ന നന്മ. അതുകൊണ്ട് അവൻ കുടുംബത്തിലാണെങ്കിലും ഒരു സംസാരം, നമുക്കറിയാം എപ്പോഴും നമ്മൾ കുടുംബത്തിലൊക്കെ പലപ്പോഴും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുക, സംസാരങ്ങളൊക്കെ ഉണ്ടാകുക സ്വാഭാവികമാണ്. പക്ഷേ അതുണ്ടായാൽ ഇമ്മീഡിയറ്റായിട്ട് അത് റെക്കഗ്നൈസ് ചെയ്യും. നമ്മുടെ ഉള്ളിലെ ആത്മാവ് നമ്മളെ അക്കാര്യം ബോധ്യപ്പെടുത്തും. ഉടൻ ദൈവസന്നിധിയിൽ അതിനെ ഓർത്ത് ക്ഷമാപണം ചെയ്യുകയും ആ വിഷയത്തിനൊരു പരിഹാരം ഉണ്ടാക്കുവാൻ നമ്മൾ ശ്രമിക്കുകയും ചെയ്യും. അങ്ങനെ നമ്മളുടെ കുടുംബജീവിതം അനുഗ്രഹിക്കപ്പെടുവാനായിട്ട് ഇടയായിട്ട് തീരും. ഇത് ജീവിതത്തിലെ അനുഭവമാണ്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. വിശ്വാസികൾ വളരെ ആരോഗ്യമുള്ള കുടുംബങ്ങൾ ഉള്ളവരായിരിക്കണം. കാരണം ആരോഗ്യമുള്ള കുടുംബങ്ങളിലുള്ള മക്കൾ ആരോഗ്യമുള്ള മക്കളായിരിക്കും. ഞാനിവിടെ ഉദ്ദേശിക്കുന്ന ആരോഗ്യം ഫിസിക്കൽ അല്ല, ആത്മീകമാണ്. ആത്മീകമായിട്ട് നല്ല ജീവിത സാക്ഷ്യം പുലർത്തുന്ന ഒരു പിതാവ്, ഒരു മാതാവ് കുടുംബത്തിലുണ്ടെങ്കിൽ മക്കൾ ആ സ്വഭാവം ഇൻഹെറിറ്റ് ചെയ്യുക എന്ന് പറയുന്നത്, അവകാശമാക്കുക എന്ന് പറയുന്നത് സ്വാഭാവികമാണ്. ഞാൻ പല ടെസ്റ്റിമണീസ്, വളരെ മികച്ച രീതിയിൽ കർത്താവിന് വേണ്ടി സാക്ഷ്യം പുലർത്തിയിട്ടുള്ളവരുടെ ടെസ്റ്റിമണീസ് വായിക്കുമ്പോൾ
അവിടെയൊക്കെ കാണപ്പെടുന്നതായ ഒരു കാര്യം, അവരുടെ അപ്പനോ അമ്മയോ ഒക്കെ ആ രീതിയിൽ വളരെ വെല്ലുവിളികൾ അവരുടെ ആത്മീയ ജീവിതത്തിൽ കൊടുത്തിട്ടുള്ളവരായിരിക്കും. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഈ അടുത്തിടയ്ക്ക് ഞാൻ കണ്ട ഒരു ടെസ്റ്റിമണി, അദ്ദേഹം വളരെ പ്രസിദ്ധനായൊരു മനുഷ്യനാണ്. തൻ്റെ പ്രൊഫഷനും കാര്യങ്ങളോ പേരുകളോ ഒന്നും ഞാൻ വ്യക്തമാക്കുന്നില്ല. വളരെ വിജയിച്ച ഒരു മനുഷ്യനാണ്. ആ മനുഷ്യൻ വളരെ ഭാരിച്ച ടാസ്കുകൾ ചെയ്യുവാൻ തനിക്ക്, ഭാരിച്ച എന്ന് പറഞ്ഞാൽ ഓരോ പ്രോജക്റ്റുകൾ താൻ ചെയ്യുന്നത് മില്യൻസിൻ്റെ പ്രോജക്റ്റുകളാണ്. വിശ്വാസ കുലത്തിലുള്ള കാര്യങ്ങളാണ് ഈ പറയുന്നത് കേട്ടോ, അല്ലാതെ പ്രൊഫഷണൽ കാര്യങ്ങളല്ല, സെക്യുലർ കാര്യങ്ങളല്ല, ആത്മീയ തലത്തിലുള്ള ശുശ്രൂഷകളെ കുറിച്ചായി പറയുന്നത്. അങ്ങനെയുള്ള ശുശ്രൂഷകൾ ചെയ്യുവാനായിട്ട് തനിക്ക് എങ്ങനെ കഴിഞ്ഞു എന്നുള്ളത് ചോദിച്ചാൽ, തൻ്റെ പിതാവായിരുന്നു തൻ്റെ വെല്ലുവിളി. തൻ്റെ പിതാവ് ഒരു സ്കൂൾ തുടങ്ങുവാൻ ഒരു നയാ പൈസ കയ്യിലില്ലാതെ ആരംഭിച്ചു. വിശ്വാസത്താൽ മാത്രം പ്രാർത്ഥിച്ച് സകല കാര്യങ്ങളും നടത്തി എന്നുള്ളതായിരുന്നു തൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ വെല്ലുവിളി. തൻ്റെ പിതാവിൻ്റെ സാക്ഷ്യം. അത് മുഖാന്തരം ഈ മകൻ വളർന്നു വന്നപ്പോൾ അവനറിയാൻ സാധിച്ചു, എത്ര വലിയ ടാസ്ക് ആണെങ്കിലും അത് നടത്തി കൊടുക്കുവാൻ സ്വർഗത്തിലെ ദൈവം ഇടവരുത്തുമെന്നുള്ളത് തൻ്റെ ജീവിതത്തിൽ, തൻ്റെ കുടുംബത്തിൽ അത് കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തൻ്റെ പിതാവ് ചെയ്തതിനേക്കാളും വളരെ മികച്ച ശുശ്രൂഷകൾ ചെയ്യുവാനായിട്ട് പിൽക്കാലത്ത് ഈ മകന് ഇടവന്നുവെന്ന് തൻ്റെ ജീവിത സാക്ഷ്യത്തിൽ നിന്ന് താൻ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഈ പറയുന്നതിൻ്റെ ആശയം, നമ്മളുടെ കുടുംബത്തിൽ നമ്മൾ പുലർത്തുന്ന സാക്ഷ്യം നമ്മളുടെ മക്കളെ വളരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു കാര്യമാണ്, നമ്മളുടെ ജീവിതത്തിലെ പങ്കാളികളെ വളരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന കാര്യമാണ് എന്നുള്ളത് നമുക്കറിയുവാനായിട്ട് സാധിക്കും. നമുക്കറിയാം, കൊരിന്ത്യർ ലേഖനത്തിൽ വിശ്വാസിയായ ഭർത്താവും വിശ്വാസിയല്ലാത്ത ഭാര്യയും, അതുപോലെ റിവേഴ്സും, വിശ്വാസിയായ ഭാര്യയും വിശ്വാസിയല്ലാത്ത ഭർത്താവുമാണെങ്കിൽ അവർ ഒരുമിച്ച് താമസിക്കുവാനായിട്ട് ആഗ്രഹം പ്രകടിപ്പിച്ചാൽ അങ്ങനെ ചെയ്യണമെന്നാണ് ദൈവവചനം പറഞ്ഞിരിക്കുന്നത്. അതെന്താ കാരണമെന്ന് ചോദിച്ചാൽ, അവിശ്വാസിയായ ഭാര്യ വിശ്വാസിയായ ഭർത്താവ് മുഖാന്തരം വിശുദ്ധീകരിക്കപ്പെടും. അതുപോലെ അവിശ്വാസിയായ ഭർത്താവ് വിശ്വാസിയായ ഭാര്യ മുഖാന്തരം വിശുദ്ധീകരിക്കപ്പെടുമെന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. ഇവിടെ വിശുദ്ധീകരണം എന്ന് പറയുന്നത് രക്ഷയുടെ ബന്ധപ്പെട്ട വിശുദ്ധീകരണമല്ല, ജീവിതത്തിലെ വിശുദ്ധീകരണം എന്ന് പറഞ്ഞാൽ, ഭാര്യ ജീവിത സാക്ഷ്യം പുലർത്തുന്ന ആളാണെങ്കിൽ ഭർത്താവ് അതിനോട് ചേർന്ന് വരിക സ്വാഭാവികമാണ്. അതുപോലെ അപ്പനും അമ്മയും ജീവിതത്തിൽ സാക്ഷ്യം മികച്ചതായി പുലർത്തുന്നവരാണെങ്കിൽ മക്കൾ അങ്ങനെ ആയിത്തീരുന്നത് സ്വാഭാവികമാണ്. അവിടെ തന്നെ അത് എഴുതിയിട്ടുണ്ട്. അല്ല എങ്കിൽ നിങ്ങളുടെ മക്കൾ അശുദ്ധരെന്ന് വരും, എന്നാൽ ഇപ്പോഴോ അവർ വിശുദ്ധരാകുന്നു. അങ്ങനെ അവിടെ എഴുതിയിരിക്കുന്നത്, വിശുദ്ധരാകുന്നു. കാരണം അപ്പനും അമ്മയും വിശ്വാസം സംബന്ധിച്ച് കർത്താവിനെ ഫോളോ ചെയ്യുന്നവരായി തീരുമ്പോൾ മക്കളിലേക്ക് അത് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെടുന്നത് സ്വാഭാവികമാണ്. ഞാൻ ഈ പറഞ്ഞു വരുന്നത്, നമ്മളുടെ വ്യക്തി ജീവിതം നമ്മൾ കർത്താവിൽ ഉറപ്പിച്ചാൽ, ജീവിതത്തിൽ നമ്മൾ പ്രസംഗിക്കുന്നതും പ്രവർത്തിക്കുന്നതും തമ്മിൽ തുലനമുണ്ടെങ്കിൽ, വചനത്തിന് നമ്മൾ സാക്ഷ്യം പുലർത്തുന്നുണ്ടെങ്കിൽ, നമ്മുടെ ജീവിതത്തിൽ സൗമ്യതയും സഹിഷ്ണുതയും ഉണ്ടെങ്കിൽ അത് കുടുംബത്തിലും കാണപ്പെടുക സ്വാഭാവികമാണ്. നമുക്ക് ചില വാക്യങ്ങളൊക്കെ വായിച്ച് മുന്നോട്ട് പോകാം. 1 തിമോഥെയോസ് 3:4 നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്. 1 തിമോഥെയോസ് 3:4. ഇതാരെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത് നമുക്കറിയാം. മൂപ്പന്മാരുടെ യോഗ്യതകളെ കുറിച്ച് പറയുമ്പോഴാണ് ഇത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇത് മൂപ്പന്മാർക്ക് മാത്രമുള്ളതാണോ? അല്ല. മൂപ്പന്മാർക്ക് പറഞ്ഞിരിക്കുന്ന എല്ലാ യോഗ്യതകളും സകല വിശ്വാസികൾക്കും ഉണ്ടായിരിക്കേണ്ടതാണ്. ഉദാഹരണം പറഞ്ഞ കലഹിക്കാത്തവൻ മൂപ്പന് പറഞ്ഞിരിക്കുന്നതാണ്. അപ്പം സാധാരണ വിശ്വാസികൾക്ക് കലഹിക്കാമോ? ഒരിക്കലും പാടില്ല. അപ്പം പിന്നെ എന്തിങ്ങനെ പറഞ്ഞിരിക്കുന്നത്? മൂപ്പനായിരിക്കുന്നവൻ ഇക്കാര്യത്തിൽ ടെസ്റ്റിമണി കീപ്പ് ചെയ്യുന്നവൻ ആയിരിക്കണം. അതാണ് ഈ പറഞ്ഞതിൻ്റെ ആശയം. അത് മാൻഡേറ്ററി ആണ്. മാൻഡേറ്ററി എന്ന് പറഞ്ഞാൽ അക്കാര്യത്തിൽ ഒരു ഒഴികഴിവ് മൂപ്പന് ഇല്ല. ഒരു സാധാരണ വിശ്വാസി കലഹിച്ചു എന്നുള്ളതിൻ്റെ പേരിൽ അവൻ്റെ ആത്മീക ജീവിതത്തിൽ അവന് പ്രശ്നങ്ങൾ ഉണ്ടാകുമെങ്കിലും ശുശ്രൂഷയ്ക്ക് അവൻ കടന്നു ചെല്ലാത്തിടത്തോളം അതൊരു ഭാരമായിട്ട് തീരുന്നില്ല. പക്ഷേ ഒരു മൂപ്പനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ പാടില്ല. അതാണ് ആ പറഞ്ഞതിൻ്റെ ആശയം. എല്ലാ വിശ്വാസികളും പാലിച്ചു പോരേണ്ട നിയമങ്ങളാണിതൊക്കെ. മൂപ്പന്മാരുടെ യോഗ്യതകളെക്കുറിച്ച് നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ അറിയാം. 23 കാര്യങ്ങൾ എണ്ണമിട്ട് വിശുദ്ധ ബൈബിൾ പഠിപ്പിക്കുന്നുണ്ട്. 23 യോഗ്യതകൾ. ആ 23 യോഗ്യതകളും സകല വിശ്വാസികളും പാലിക്കേണ്ടതാണ്. ഒരു ഉദാഹരണം പറഞ്ഞാൽ,
ഏക ഭാര്യയുടെ ഭർത്താവായിരിക്കണം. മറ്റുള്ളവർക്ക് 10 ആകാമെന്നാണോ? ഒരിക്കലുമല്ല, ഒരേ ഒരു ഭാര്യ. അതാണ് ഞാൻ പറഞ്ഞത്, ഈ എല്ലാ നിയമങ്ങളും എല്ലാ വിശ്വാസികൾക്കും ഒരുപോലെ ബാധകമാണ്. അങ്ങനെയെങ്കിൽ ഇവിടെ പറഞ്ഞിരിക്കുന്നത് സ്വന്തം കുടുംബത്തെ നന്നായി ഭരിക്കുന്നവനായിരിക്കണം ഒരു വിശ്വാസി. മാത്രമല്ല മക്കളെ പൂർണ്ണ ഗൗരവത്തോടെ അനുസരണത്തിൽ പാലിക്കുന്നവനും ആയിരിക്കണം. പഴയ കാലത്ത്, നമ്മുടെ അപ്പന്മാരുടെയൊക്കെ കാലത്ത് മക്കളെയൊക്കെ നന്നായി വളർത്തണമെങ്കിൽ വലിയ സൗമ്യതയൊന്നും വേണമെന്ന് ഉണ്ടായിരുന്നില്ല. പറഞ്ഞ മനസ്സിലായല്ലോ. നല്ല കനത്തിലോ വല്ല വടിയോ ഇച്ചിരി ശബ്ദം ഉയർത്തുകയോ അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ഷോബീസൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ പിള്ളേരെ പിടിച്ചിരുത്താൻ അന്ന് പറ്റുമായിരുന്നു. ഇന്ന് ആ കളികളൊന്നും നടക്കില്ല. ഇന്ന് അങ്ങനെയൊക്കെ ചെയ്താൽ അതിൻ്റെ പരിണിത ഫലം 10 മടങ്ങ് നമ്മൾ പിന്നീട് ചുമക്കേണ്ടി വരും. ഇന്ന് കാലം മാറി, തലമുറയെ അങ്ങനെയൊന്നും നിയന്ത്രിക്കാൻ പറ്റുകയില്ല. ദീർഘക്ഷമ തന്നെ വേണം മക്കളെ വളർത്തണമെങ്കിൽ. ക്ഷമയില്ലാതെ ഒരു കാര്യവും നടക്കുകയില്ല. സൗമ്യതയില്ലാതെ ഒരു കാര്യവും നടക്കുകയില്ല. മക്കളുടെ അടുത്ത് പണ്ട് കാലത്ത് അപ്പന്മാരെ പേടിച്ചൊക്കെ മിണ്ടാണ്ടൊക്കെ ഇരിക്കുമായിരുന്നു. അപ്പൻ എന്ത് മര്യാദകേട് പറഞ്ഞാലും കാണിച്ചാലും ഒരക്ഷരം മിണ്ടില്ല. ബഹുമാനം കൊണ്ടല്ല, പേടി കൊണ്ട് മിണ്ടൂല. ഇന്ന് അങ്ങനെയൊന്നുമല്ല കേട്ടോ. കാര്യങ്ങളൊക്കെ മാറി. മക്കൾ പ്രായമൊക്കെ ആയി കഴിയുമ്പോൾ തിരിച്ചിങ്ങോട്ട് വിവരം ചോദിക്കും അവർ. അതെന്താ അപ്പൻ അങ്ങനെ ചെയ്തേ, എന്താ ഇങ്ങനെ ചെയ്തേ, ഇതൊക്കെ ചോദിച്ചുകളെ. ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ ആശയം, അന്ന് ഭയപ്പെടുത്തിയൊക്കെ കാര്യം നേടിയിരുന്നു. ഇനി അത് നടക്കുകയില്ല. ഇനി അങ്ങോട്ട് നടക്കുകയില്ല. അങ്ങനെ പറയാൻ ഞാൻ, ഇനി അങ്ങോട്ട് നടക്കുകയില്ല. നമ്മൾ ജീവിതത്തിൽ സാക്ഷ്യം പുലർത്തി മാതൃകാ പത്രങ്ങളായിട്ട് നമ്മുടെ മക്കളുടെ മുമ്പിൽ വെളിപ്പെടേണ്ടത് ആവശ്യമാണ്. നമ്മൾ സഹിഷ്ണുത കാണിക്കണം, നമ്മൾ സൗമ്യത കാണിക്കണം. നമ്മളുടെ ജീവിതത്തിൽ പ്രശ്നങ്ങളും പ്രതിസന്ധികളും വരുമ്പോൾ അവലാതി പറഞ്ഞുകൊണ്ട് നമ്മൾ നടന്നാൽ സ്വന്തം കുടുംബത്തെ നന്നായി ഭരിക്കാൻ നമ്മളെ കൊണ്ട് കഴിയുകയില്ല. നമ്മൾ മാതൃകകളായിട്ട് അവരുടെ മുമ്പിൽ വിളങ്ങുമ്പോൾ മാത്രമേ നമുക്ക് അവരോട് അനുസരിക്കുവാൻ പറയുവാനുള്ള അധികാരം ഉള്ളൂ. ഞാൻ ചെയ്യാത്ത ഒരു കാര്യം എൻ്റെ മക്കളോട് പറയണമെങ്കിൽ നാണം കെട്ടവനായിരിക്കണം ഞാൻ പറയുന്നത് മനസ്സിലായല്ലോ. ഞാൻ ചെയ്യുന്നില്ല എങ്കിൽ എൻ്റെ മക്കളോട് പറയുവാൻ എനിക്കെന്ത് അധികാരം, എനിക്കെന്ത് യോഗ്യത? മക്കളൊന്നും മിണ്ടില്ലായിരിക്കും ചിലപ്പോൾ, പക്ഷെ അവരത് അനുസരിക്കാൻ ബുദ്ധിമുട്ടാണ്. കാരണം നമ്മുടെ സന്തതികളല്ലേ. നമ്മുടെ നാട്ടിലൊരു ചൊല്ലുണ്ട്, 10 ഗുണം 10 ഗുണം എന്ന് പറയും. പറഞ്ഞ മനസ്സിലായില്ലേ? നമ്മുടെ മക്കളാണ്, നമ്മളിലുള്ള ഗുണങ്ങളാണ് അവരിലുള്ളത്. നമ്മളിലില്ലാത്ത സ്വഭാവങ്ങൾ മക്കളിൽ അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചാൽ ഒരു കാലഘട്ടത്തിലും അത് വിജയിക്കാൻ പോകുന്നില്ല. കാരണം അവർ നമ്മുടെ മക്കളല്ലേ. എന്നാൽ നമ്മൾ അനുസരണം കാണിക്കുകയും വിധേയത്വം കാണിക്കുകയും ചെയ്തിട്ട് അവരോടത് പറഞ്ഞാൽ അത് ഫലിക്കും. കാരണം നമ്മൾ അതിന് കീഴ്പ്പെടുന്നു, അവരും അതിന് കീഴ്പ്പെടുവാൻ സന്നദ്ധത കാണിക്കും. ഞാൻ പറയുന്നതിൻ്റെ ആശയം, ഇന്ന് വിശ്വാസ കുടുംബങ്ങളിൽ പലപ്പോഴും നമുക്ക് ആരോഗ്യമുള്ള മക്കളെ വളർത്തിയെടുക്കാൻ പറ്റാത്തതിൻ്റെ മുഖ്യ കാരണം നമ്മുടെ ജീവിതത്തിൽ സാക്ഷ്യമില്ല എന്നുള്ളതാണ്. അത് കുടുംബത്തിലേക്ക് കാസ്കേഡ് ചെയ്യുവാൻ, ഇറക്കിക്കൊണ്ടുവരുവാൻ നമ്മളെ കൊണ്ട് കഴിയാതെ പോകുന്നു. മക്കളെ പൂർണ്ണ ഗൗരവത്തോടെ അനുസരണത്തിൽ പാലിക്കുന്നവർ ആയിരിക്കണം. എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ ഞാൻ വളരെ സഹിഷ്ണുത കാണിക്കേണ്ട ആവശ്യം വരുന്നുണ്ട് ഈ കാര്യത്തിൽ. എനിക്ക് വളരെ സഹിഷ്ണുത. കാരണം നമ്മൾക്ക് പഴയ കാലത്തൊക്കെ അപ്പന്മാർ നമ്മളോട് ചെയ്തതുപോലെ നമുക്കൊക്കെ പലപ്പോഴും ഭയങ്കര ദേഷ്യമൊക്കെ അങ്ങ് വരും, പൊട്ടിത്തെറിയുടെ വക്കിൽ വരെ എത്തും. പക്ഷേ മിണ്ടില്ല. അതെന്താ മിണ്ടാത്തെ? അതുകൊണ്ടുണ്ടാകുന്ന ഭവിഷ്യത്ത് ആലോചിക്കുമ്പോൾ മിണ്ടാതിരിക്കുന്നതാണ് ജ്ഞാനം. പ്രാർത്ഥിക്കും മക്കളുടെ അടുത്ത്. ഈ കാലഘട്ടത്തിൻ്റെ പ്രത്യേകത ഞാനീ പറയുന്നത്, നമ്മൾ വളരെ ബുദ്ധിയോടുകൂടെ ജ്ഞാനത്തോടുകൂടെ ജീവിക്കണം. അതെന്താ? അവർ നഷ്ടപ്പെട്ടു പോയാൽ പിന്നെ തിരിച്ചു കൊണ്ടുവരുന്നത് വലിയ പണിയാണ്. അത് എളുപ്പമുള്ള കാര്യമല്ല. നിങ്ങൾക്ക് അവരുടെ മേലുള്ള ഗ്രിപ്പ് ഒരിക്കൽ നഷ്ടമായാൽ പിന്നെ അത് തിരികെ കൊണ്ടുവരാൻ എളുപ്പമല്ല. അവർക്ക് നമ്മളിലുള്ള വിശ്വാസം നഷ്ടമായാൽ അത് പണിതെടുക്കുവാൻ നമ്മൾക്ക് എളുപ്പമല്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യത്തിൽ വളരെ സൂക്ഷ്മതയുള്ളവരായിരിക്കേണ്ടത് ആവശ്യമാണ്. 1 തിമോഥെയോസ് 5:4 ഇവിടെ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്. 1 തിമോഥെയോസ് 5:4 ആ
മതി. ഇവിടെ പറഞ്ഞിരിക്കുന്നത് സ്വന്തം കുടുംബത്തിൽ ഭക്തിയോടെ ജീവിക്കണം. നമുക്കറിയാം, നമ്മൾ ഒന്നുകിൽ നമുക്ക് മക്കളുണ്ട്, അല്ലെങ്കിൽ നമ്മൾ മറ്റാരുടെയെങ്കിലും മക്കളാണ്, അഥവാ മാതാപിതാക്കന്മാർ നമുക്കുണ്ട്. ഈ രണ്ട് തലങ്ങളിലും നമ്മൾ ഭക്തി കാണിക്കേണ്ടത് ആവശ്യമാണ്. അത് ദൈവത്തിൻ്റെ വചനം ഡിമാൻഡ് ചെയ്യുന്ന കാര്യമാണ്. ഇന്ന് പ്രായമായവർ എന്നും ഒരു വെല്ലുവിളി തന്നെയാണ്. അതിൽ യാതൊരു സംശയവും ഇല്ല. മാതാപിതാക്കളെ പരിപാലിക്കുക എന്ന് പറയുന്നത് ഭയങ്കര ഒരു വലിയ ചലഞ്ച് തന്നെയാണ്. പക്ഷേ അക്കാര്യത്തിൽ നമ്മൾ മാതൃകകളായിട്ടിരിക്കേണ്ടതും ഭക്തന്മാരായിട്ടിരിക്കേണ്ടതും ആവശ്യമാണ്. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, നമ്മുടെ മക്കൾ, നമ്മുടെ തലമുറകൾ അത് കണ്ടാണ് വളരുന്നത്. നമ്മൾ നമ്മുടെ മാതാപിതാക്കന്മാരോട് ഇടപെടുന്ന മോഡൽ അവരുടെ മനസ്സിൽ ഉണ്ടായിരിക്കും. അതെന്താണെന്ന് ചോദിച്ചാൽ, കുറച്ച് കഴിയുമ്പോൾ നമ്മൾ ഈ അവസ്ഥയിൽ കൂടെ കടന്നു പോകേണ്ടി വരും. അന്ന് ദൈവം, കർത്താവിൻ്റെ വചനം പറയുന്നത് ഇങ്ങനെയാണല്ലോ, നിങ്ങൾ അളക്കുന്ന അളവിനാൽ നിങ്ങൾക്കും അളന്ന് കിട്ടും, അമർത്തി കുലുക്കി കവിയുന്ന ഒരളവ് ഞാൻ നിങ്ങൾക്ക് മടിയിൽ തരും. അത് വളരെ ഭയപ്പെടുത്തേണ്ട ഒരു വിഷയമാണ്. അതെന്താണെന്ന് ചോദിച്ചാൽ, നമ്മളുടെ കുടുംബത്തിൽ മാതാപിതാക്കന്മാരോട് ഇടപെടുമ്പോൾ ഒരു കാര്യം ഓർത്തുകൊള്ളണം, അമർത്തി കുലുക്കി കവിയുന്ന ഒരളവ് ദൈവം നമുക്ക് വേണ്ടിയും വയ്ക്കും. വളരെ സൂക്ഷിക്കണം പ്രിയമുള്ളവരെ. ഈ ഒരു കാര്യത്തിൽ പലപ്പോഴും ദൈവമക്കളുടെ ഇടയിൽ വീഴ്ചകൾ വരുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. മരുമക്കളും അമ്മായിയമ്മമാരും തമ്മിലുള്ള പ്രശ്നം, അപ്പന്മാരും മക്കളും തമ്മിലുള്ള പ്രശ്നം പല കുടുംബങ്ങളിലും ഞാൻ കണ്ടിട്ടുണ്ട്. ഇവിടെയൊക്കെയുള്ള പ്രശ്നം എന്താണെന്ന് അറിയാമോ? താൽക്കാലികമായിരിക്കുന്ന ചില നന്മകൾക്ക് വേണ്ടി, ചില കംഫേർട്ടിന് വേണ്ടി പലതും നമ്മൾ കണ്ടില്ല കേട്ടില്ല എന്ന് നടിക്കുകയാണ്. അതൊന്നും നന്മയായിട്ട് തീരുകയില്ല പിന്നീട്. ദൈവത്തിൻ്റെ വചനത്തിൽ ഇങ്ങനെ ഒരു കാര്യം എഴുതിയിട്ടുണ്ട്: അന്യായമായി സമ്പാദിക്കുന്ന ധനം തിത്തിരിപ്പക്ഷി മുട്ടയിടുന്ന പോലെയാണ്. തിത്തിരിപ്പക്ഷി കൂട്ടിൽ വന്ന് മറ്റുള്ളവരെ, തിത്തിരിപ്പക്ഷി മുട്ടയിടുന്ന പോലെയാണ്. അതിനെക്കുറിച്ച് ഞാൻ ആ വാക്യം ഇങ്ങനെയാണ് ഉദ്ധരിക്കാൻ ആഗ്രഹിക്കുന്നത്. അത് അനുഭവിക്കേണ്ട കാലം അത് തക്ക സമയത്ത് നിന്നെ വിട്ട് പോകുമെന്നുള്ള, തക്ക സമയത്തൊന്നൊരു പദം അവിടെ ഉപയോഗിച്ചിട്ടുണ്ട് ദൈവം. അതെന്താണെന്ന് ചോദിച്ചാൽ, ഈ ധനം ആവശ്യ നേരത്ത് പറന്നു പോകുന്നു എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഒരു ഉപകാരം നിനക്ക് കിട്ടില്ല എന്നാണ് ഈ പറയുന്നത്. നമ്മൾ ചില കംഫർട്ടുകൾക്ക് വേണ്ടി ചില മൂല്യങ്ങളെ ബലി കഴിച്ചാൽ കുടുംബത്തിൽ തക്ക സമയത്ത് നമുക്ക് കിട്ടേണ്ട കംഫർട്ട് ദൈവം നീക്കിക്കളയും. ഇന്ന് നമ്മൾ ജ്ഞാനത്തോടെ വിതച്ചാൽ കൊയ്യേണ്ട സമയത്ത് ശരിക്കും നമുക്ക് കൊയ്തെടുക്കാൻ പറ്റും. ഞാനിതൊക്കെ പറയുന്നത് ഭക്തിയോടെ ജീവിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചാണ്. സ്വന്തം കുടുംബത്തിൽ ഇതൊക്കെ നമ്മൾ ചെയ്യേണ്ടത് ആവശ്യമാണ്. നമ്മുടെ മാതാപിതാക്കന്മാരെ നമ്മൾ വേണ്ട പോലെ കെയർ ചെയ്യണം. നമ്മുടെ മക്കളെ നമ്മൾ വേണ്ട പോലെ കെയർ ചെയ്യണം. അവർക്ക് ആവശ്യമായത് നാം ചെയ്തു കൊടുക്കണം. അതൊക്കെ ഭക്തിയുടെ ഭാഗമായിട്ടാണ് ബൈബിൾ പറഞ്ഞിരിക്കുന്നത്. ഭക്തി കാണിക്കാനാണ് പറയുന്നത്. എന്താ ഇവിടെ പറയുന്നത്? വല്ല വിധവയ്ക്കും പുത്രപൗത്രന്മാരുണ്ടെങ്കിൽ അവരുടെ കാര്യം അവർ നോക്കണം. പുത്രപൗത്രന്മാർ, പുത്രന്മാരല്ല പൗത്രന്മാർ എന്ന് പറഞ്ഞാൽ ഗ്രാൻഡ് ചിൽഡ്രൻ. ഇപ്പോൾ ടേക്ക് കെയർ ചെയ്യണമെന്ന് പറഞ്ഞിരിക്കുന്നത്, അമ്മയും അപ്പനും ടേക്ക് കെയർ ചെയ്യാനില്ല എങ്കിൽ ആര് ടേക്ക് കെയർ ചെയ്യണം? ഗ്രാൻഡ് ചിൽഡ്രൻ. പൗത്രന്മാരും പൗത്രിമാരും ഒക്കെയാണ് ആ ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടത്. അത്രമാത്രം ദൈവവചനം ഊട്ടി ഉറപ്പിച്ചിട്ടുള്ളൊരു വിഷയമാണത്. പക്ഷെ ഇന്ന് കേരളത്തിൽ ഏറ്റവും അധികം വർദ്ധിച്ചു വരുന്ന ഒരു വ്യവസായം എന്ന് പറയുന്നത് പ്രായമായവർക്കുള്ള വൃദ്ധ സദനങ്ങളാണ്. അതാണ് ഇന്നത്തെ മേജർ പ്രോജക്റ്റുകൾ. അത് കാണിക്കുന്നത് തന്നെ നമ്മുടെ ആത്മീയമായ താഴോട്ടുള്ള പോക്കിനെയാണ്. സമുദായങ്ങൾ അങ്ങനെ ആയി തീർന്നുകൊണ്ടിരിക്കുക. മാതാപിതാക്കന്മാരെ ഒന്നും ടേക്ക് കെയർ ചെയ്യാൻ ആൾക്കാർക്ക് സമയമില്ല, മനസ്സുമില്ല. പ്രിയമുള്ളവരെ, അങ്ങനെ ഒരു ദുര്യോഗം നമ്മുടെ കുടുംബങ്ങളിൽ സംഭവിക്കാതിരിക്കട്ടെ. 1 കൊരിന്ത്യർ 16:19 ആത്മീകമായിരിക്കുന്ന ശുശ്രൂഷകൾ കുടുംബത്തിൽ സാധ്യമാണ് എന്നുള്ളതിനെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. 1 കൊരിന്ത്യർ 16:19.
അക്വിലാവും പ്രിസ്കില്ലയും അവരുടെ ഭവനത്തിലെ സഭയോടുകൂടെ കർത്താവിനോട് വളരെ വന്ദനം ചെയ്തു. അക്വിലാവും പ്രിസ്കില്ലയും നമുക്കറിയാം വളരെ മാതൃകാപരമായി ജീവിച്ച ഒരു ദമ്പതികളായിരുന്നു. അവർ അവരുടെ കുടുംബത്തിൽ അവരെക്കുറിച്ച് പല പ്രസ്താവനകളുണ്ട്, നമ്മൾ കേട്ടിട്ടുള്ളതുകൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. പൗലോസിന് വേണ്ടി തങ്ങളുടെ കഴുത്ത് വെച്ചു കൊടുത്തവർ, തങ്ങൾ പ്രാണത്യാഗം ചെയ്തവർ, അതുപോലെ ഇവിടെ പറഞ്ഞിരിക്കുന്ന അവരുടെ ഭവനത്തിൽ ഒരു സഭ ഉണ്ടായിരുന്നു. ചരിത്രം പറയുന്ന റോമിൽ വലിയ പീഡനം ഉണ്ടായിരുന്നപ്പോൾ അക്വിലാവും പ്രിസ്കില്ലയും വളരെയധികം തങ്ങളാൽ കഴിയുന്നിടത്തോളം ജീവനെ തൃണവൽഗണിച്ചുകൊണ്ട് വിശ്വാസികളെ സംരക്ഷിക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ്. അതിനാണ് ഈ കഴുത്ത് വെച്ച് കൊടുത്തു എന്ന് പറയുന്നതിൻ്റെ ആശയം. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പറഞ്ഞ പോലെ ഇന്ത്യയിലും ഈ കാര്യങ്ങളൊക്കെ സംഭവിക്കാനായിട്ട് സാധ്യതകളുണ്ട്. പ്രിയമുള്ളവരെ, നമ്മളുടെ കുടുംബങ്ങൾ ദൈവമക്കൾക്ക് വേണ്ടി തുറന്നു കൊടുക്കാൻ ആവശ്യമാകുന്ന ഒരു കാലഘട്ടത്തിലേക്കാണ് നമ്മൾ പതുക്കെ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ റിയാദിലായിരുന്നപ്പോൾ, ജോഷി ബ്രദറിന് അറിയാതെ, അവിടെ ഖംസമാര എന്ന് പറഞ്ഞൊരു സ്ഥലം ഉണ്ടായിരുന്നു. ബത്ത 5 ബിൽഡിങ്സ് ഉണ്ട്. 5 ബിൽഡിംഗ് എന്നാണ് വിളിക്കുക, ഇംഗ്ലീഷ് ഞങ്ങളങ്ങനെ വിളിക്കും. അവിടെ താമസിച്ചിരുന്ന ഒരു അച്ചായനായിരുന്നു. ആളിപ്പോൾ ദൈവസേനയിലേക്ക് ചേർക്കപ്പെട്ടു. സൈമൺ, PK സൈമൺ. അദ്ദേഹത്തിൻ്റെ വീടായിരുന്നു ഞങ്ങൾ കൂടിക്കൊണ്ടിരുന്ന വീട്. ആ വീട്ടിലേക്ക് ഞങ്ങൾ കടക്കുമ്പോൾ 2 ഡോറാണ്. കാരണം ഈ ശബ്ദമൊന്നും പുറത്തു പോകരുത്. കാരണം പോലീസുകാരിങ്ങനെ റോന്തി വിറ്റിക്കൊണ്ടിരിക്കുക, റിലീജിയസ് പോലീസ്, മുത്താവാമാർ. അന്ന് എല്ലാ വെള്ളിയാഴ്ചയും ഞങ്ങൾ അവിടെ കൂടുന്നുണ്ട്. ആ ബിൽഡിങ്ങിലുള്ള എല്ലാവർക്കും അറിയാം. കാരണം എത്ര അടച്ചു പൂട്ടിയാലും ശബ്ദം പുറത്തു പോകാതെ ഇരിക്കില്ലല്ലോ. ആ സഹോദരനൊക്കെ തൻ്റെ ജീവൻ തൃണവൽഗണിച്ചിട്ടാണ് ആ ശുശ്രൂഷ ചെയ്തിരുന്നത്. കാരണം അത്ര ഡേഞ്ചറാണ്. പിടിച്ചാൽ വല്ലാത്ത ശിക്ഷ കിട്ടും, ജയിലിൽ അടയ്ക്കപ്പെടും, എത്ര കാലം കഴിഞ്ഞ് പുറത്തിറങ്ങാൻ പറ്റുമെന്ന് അറിയില്ല. ഇതൊക്കെ ഉണ്ടായിരുന്നിട്ടും ജീവനെ വെച്ചു കൊടുത്ത മനുഷ്യരവിടെ അന്നുണ്ടായിരുന്നു. അത് അനേക വർഷങ്ങൾ അതേ ബിൽഡിങ്ങിൽ അതേ റൂമിൽ കൂടി വന്നിരുന്നു. അവിടുത്തെ പ്രൊഡക്ട്സാണ് ഞങ്ങളൊക്കെ ശരിക്കും പറഞ്ഞു എന്ന് പറഞ്ഞാൽ മനസ്സിലായല്ലോ. അന്ന് ഞങ്ങൾ വളർന്ന ആ വളർച്ചയാണ് ഇന്നൊക്കെ ഞങ്ങളെ നിലനിർത്തുന്നത്. ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ ആശയം, ഇതുപോലെ ജീവനെ കൊടുത്ത അല്ലെങ്കിൽ ജീവനെ തൃണവൽഗണിച്ച അനേക വീരന്മാർ ഈ കാലഘട്ടത്തിലും ഉണ്ട്. പ്രിയമുള്ളവർ, നമ്മളുടെ ഭവനങ്ങൾ ഒരു പക്ഷേ ഇന്ന് നമുക്ക് അതിൻ്റെ ആവശ്യം ഉണ്ടായിരിക്കുകയില്ല. പക്ഷെ നമ്മുടെ ഭവനങ്ങളും കർത്താവിന് വേണ്ടി തുറന്നു കൊടുക്കുക എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ വചനത്തിൽ ശ്രദ്ധേയമായ കാര്യമായിട്ട് തന്നെ എഴുതിയിരിക്കുന്നത്. അക്വിലാവിൻ്റെയും പ്രിസ്കില്ലയുടെയും ഭവനത്തിൽ ഒരു സഭ കൂടി വന്നിരുന്നു എന്ന് നമുക്ക് കാണാം. അപ്പോൾ അതേപോലെ തന്നെ അപ്പോസ്തലപ്രവൃത്തി 18:26 അക്വിലാവും പ്രിസ്കില്ലയെയും കുറിച്ച് പറയുന്നത് അപ്പല്ലോസിനെ കുറിച്ചാണ്. അപ്പല്ലോസിൻ്റെ പ്രസംഗം കേട്ടാറെ അവന് കാര്യങ്ങളെ കൂടുതൽ തെളിയിച്ചു കൊടുക്കുവാൻ അവിടെ പറഞ്ഞിരിക്കുന്ന അവനെ ചേർത്ത് കൊണ്ടു എന്നാണ്. ചേർത്ത് കൊണ്ടു, എന്നിട്ട് ദൈവത്തിൻ്റെ മാർഗം അധികം സ്പഷ്ടമായി അവന് തെളിയിച്ച് കൊടുത്തു. അതുകൊണ്ടുണ്ടായ ഉപകാരം എന്താണ്? അവിടെ നിന്നും അപ്പല്ലോസ് പോയപ്പോൾ ചെന്ന ഭാഗത്ത് അഖായ പ്രദേശങ്ങളിലുള്ളവർക്കൊക്കെ അവനെ കൊണ്ട് വലിയ ഉപകാരം ഉണ്ടായി എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. ഈ ഒരു ദമ്പതികളുടെ പ്രവൃത്തി നിമിത്തം ഈ മനുഷ്യൻ കൂടുതൽ വിശ്വാസത്തിൽ ബലപ്പെടുവാനും ഉപദേശത്തിൽ ശക്തനായി തീരുവാനും ഇടയായതുകൊണ്ട് മറ്റ് സഭകൾക്ക് ഉപകാരമുണ്ടാകുവാൻ ഇടയായി തീർന്നു. ഞാൻ ഈ പറഞ്ഞു വരുന്നതിൻ്റെ ആശയം, നമ്മളുടെ കുടുംബങ്ങൾ നമ്മൾ സാക്ഷ്യം പുലർത്തണമെന്ന് മാത്രമല്ല, വചനത്തിന് സാക്ഷ്യം പുലർത്തണം. അതും പോരാ, നമ്മൾ കർത്താവിൻ്റെ ജനത്തെ ആ രീതിയിൽ കെയർ ചെയ്യുന്നവരായിട്ട് തീരേണ്ടത് ആവശ്യമാണ്. അത് കുടുംബമായിട്ടുള്ള നമ്മളുടെ ദൗത്യമാണ് എന്ന് നാം മനസ്സിലാക്കേണ്ടതാണ്. എബ്രായർ 10:34 ഇത് വായിച്ച വചനമാണ് കഴിഞ്ഞ ഒരു ക്ലാസ്സിൽ. എന്നാലും ഞാനത് പറയുകയാണ്. എബ്രായ വിശ്വാസികൾക്ക് അന്നുണ്ടായ കഷ്ടതയെക്കുറിച്ചാണ് അവിടെ പറയുന്നത്. അവർ സഹിക്കുന്നവരായിരുന്നു. അവരുടെ ഭവനങ്ങൾ നഷ്ടപ്പെട്ടു, സമ്പത്ത് നഷ്ടപ്പെട്ടു, സകലവും നഷ്ടപ്പെട്ടു. പക്ഷേ കർത്താവിന് വേണ്ടി നിലനിൽക്കുന്നതിൽ അവർക്കൊരു കുറവും ഉണ്ടായില്ല. നമ്മുടെ ജീവിതത്തിലും ഈ വക പരീക്ഷകൾ നമ്മെ നേരിടുമ്പോൾ നമ്മൾ കുടുംബമായി കർത്താവിന് വേണ്ടി നിലനിൽക്കേണ്ടത് ആവശ്യമാണ്. കുടുംബമായി ആ സമയത്ത് നമ്മൾ എത്രമാത്രം ഭക്തന്മാരാണെന്നുള്ളതിനെ ആസ്പദമാക്കിയിട്ടായിരിക്കും നമ്മുടെ നിലനിൽപ്പ്. എന്നാൽ അങ്ങനെയൊക്കെ സംഭവിക്കുമ്പോൾ വളരെ വിശ്വാസത്തോടു കൂടെ നമ്മളത് ഫേസ് ചെയ്യേണ്ടി വരും. കാരണം
നമ്മൾക്ക് പകരം നിൽക്കുവാൻ ഒരു കർത്താവുണ്ടെന്നുള്ള വിശ്വാസമില്ലെങ്കിൽ ആ സമയത്ത് നമ്മൾ തകർന്നു പോകും. അല്ലേ? മക്കളെ ഇട്ടിട്ട് നമ്മൾ ജയിലിൽ പോയി കിടക്കുകയാണ്. എങ്ങനെയാണ് മക്കളുടെ കാര്യമായി തീരാന്നുള്ള ആദ്യ നിമിത്തം നമ്മൾ തലയ്ക്ക് വട്ടുപിടിക്കും. എന്നാൽ വിശ്വാസമുള്ളവരത്തിന് മാത്രമേ അന്ന് നിലനിൽക്കാൻ പറ്റുള്ളൂ. എന്താണ്? കർത്താവ് അവനെ, ആ കുഞ്ഞിനെ പുലർത്തുമെന്ന് നമുക്ക് വിശ്വാസമുണ്ടെങ്കിൽ കർത്താവ് അവനെ പുലർത്തുക തന്നെ ചെയ്യും. വിശ്വാസത്താലാണ് ആ ഓട്ടം നമുക്ക് തയ്ക്കാൻ സാധിക്കുകയുള്ളൂ. പ്രിയമുള്ളവരെ, ദൈവഭക്തി അത് കേവലം വ്യക്തി ജീവിതത്തിൽ മാത്രമല്ല, നമ്മുടെ കുടുംബത്തിലും ഉണ്ടായിരിക്കണം. ഭക്തിയോടെ നാം ജീവിക്കുവാനായിട്ട് ആ രീതിയിൽ ആരംഭിക്കുമ്പോൾ, നിങ്ങൾ റിച്ചാർഡ് ബുംറാണിൻ്റെ ജീവചരിത്രം വായിച്ചിട്ടുണ്ടെങ്കിൽ, റിച്ചാർഡ് ബുംറാണിനെയും തൻ്റെ ഭാര്യയെയും ജയിലിൽ പിടിച്ചിട്ടപ്പോൾ തൻ്റെ മകൻ അന്ന് നിസാര വയസ്സുകളെ അവന് ഉള്ളൂ. ആ മകനാണ് പിന്നീട് അമേരിക്കയിൽ മൈഗ്രേറ്റ് ചെയ്ത് അവിടെ വെച്ചിട്ട് തൻ്റെ പിതാവിൻ്റെ പേരിൽ ഫൗണ്ടേഷൻ തുടങ്ങുകയും ഒക്കെ ചെയ്തത്. ഈ മകൻ അന്ന് സുവിശേഷത്തിന് വേണ്ടി സാക്ഷ്യം വഹിച്ചവനാണ്. 10 വയസ്സുള്ളപ്പോൾ തന്നെ തൻ്റെ സ്കൂളിൽ വെച്ച്, അന്ന് കമ്മ്യൂണിസ്റ്റ് ഭരണകർത്താക്കളാണ് അവിടെ ഉള്ളത്, അവർ പലതും പറഞ്ഞ് കർത്താവിനെ തള്ളിപ്പറയാനും ഒക്കെ അവനെ നിർബന്ധിച്ചപ്പോൾ അതിനെതിരെ ധീരതയോടുകൂടെ നിൽക്കുവാൻ ഈ മോനിടയായി. നിസാര വയസ്സേ അവനുള്ളൂ. ഈ അപ്പൻ്റെ അമ്മയുടെയും സഫറിങ്ങിൻ്റെ മുമ്പിൽ അവൻ കുലുങ്ങിപ്പോയില്ല. അവൻ ധീരതയോടെ നിലനിന്നു. കർത്താവിൻ്റെ സാക്ഷിയാണ് അവൻ. ഇതുപോലെയുള്ള കുടുംബങ്ങൾ നമുക്കുണ്ടാകണമെങ്കിൽ, പ്രിയമുള്ളവരെ, ഭക്തി കുടുംബത്തിൽ ഉണ്ടായിരിക്കണം. കഷ്ടതയുടെ മധ്യ കുടുംബം നിലനിൽക്കണമെങ്കിൽ ദൈവഭക്തന്മാർക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. അവസാനത്തെ ഒരു വാക്യം കൂടെ വായിച്ചിട്ട് നമുക്ക് ഈ സെഷൻ അടുത്ത വിഷയത്തിലേക്ക് കടക്കാം. ജനസിസ് 22:12, ഉൽപ്പത്തി 22:12. നീ ദൈവത്തെ ഭയപ്പെടുന്നു എന്ന് ഞാനിപ്പോൾ അറിയുന്നു. ഇതാരെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് നമുക്കറിയാം. അബ്രഹാമിനെ കുറിച്ചാണ്. ഇസ്ഹാക്കിനെ യാഗം കഴിക്കാനായിട്ട് പറഞ്ഞപ്പോൾ അബ്രഹാം അത് അനുസരിച്ചു. ആ അനുസരിച്ചതിൻ്റെ വെളിച്ചത്തിൽ താൻ കത്തിയെടുത്ത് അവനെ ഇറക്കുവാൻ തുടങ്ങുമ്പോൾ ദൈവം തൻ്റെ ദൂതനെ അയച്ച് അവിടെ സ്റ്റോപ്പ് ചെയ്യുകയാണ്. ആ സമയത്ത് താൻ പറയുന്ന കാര്യമാണ്, ദൂതൻ പറയുന്ന കാര്യമാണിത്: നീ ദൈവത്തെ ഭയപ്പെടുന്നു എന്ന് ഞാൻ അറിയുന്നു. അവൻ്റെ പ്രവൃത്തിയാൽ അത് വെളിപ്പെടുത്തുകയാണ്. അത് നിമിത്തം, അതിന് ശേഷമുള്ള ഭാഗങ്ങളാണ്, ഇത് നിമിത്തം ഞാൻ നിന്നെ അനുഗ്രഹിക്കും. അവനെ അടുത്ത വാക്യം വായിച്ചേ. ആ പതിനഞ്ച് 16. ആ വാക്ക് ശ്രദ്ധിക്കുക: ഞാൻ നിന്നെ ഐശ്വര്യമായി അനുഗ്രഹിക്കും. മാത്രമല്ല 18, 17. ആ 18. എല്ലാ അനുഗ്രഹങ്ങളും ഇവിടെ എഴുതിയിട്ടുണ്ട്. 1, തനിക്ക് ഞാൻ നിന്നെ ഐശ്വര്യമായി അനുഗ്രഹിക്കും. 2, നിന്റെ സന്തതി ഇസ്രായേലിനെ കുറിച്ചാണ്, അവർക്ക് ഞാൻ അനുഗ്രഹങ്ങൾ കൊടുക്കും. 3, നിന്റെ സന്തതി മുഖാന്തരം ലോകം മുഴുവനും അനുഗ്രഹിക്കപ്പെടും. നമ്മളിന്നിവിടെ ഇരിക്കുന്നത് ഈ മനുഷ്യൻ കാണിച്ച അനുസരണം നിമിത്തമാണ്. അത് നമ്മൾ മനസ്സിലാക്കണം. ഈ അബ്രഹാം ചെയ്ത അനുസരണം, അവൻ ദൈവത്തെ ഭയപ്പെട്ടത് കൊണ്ടാണ് നമ്മൾ ഇന്നിവിടെ ഇരിക്കുന്നത്. കാരണം നമ്മൾ അനുഗ്രഹിക്കപ്പെട്ടത് അബ്രഹാം മുഖാന്തരമാണ്. അബ്രഹാമിൻ്റെ അനുഗ്രഹമാണ് നമുക്ക് കിട്ടിയത്. ഞാൻ പറഞ്ഞു വരുന്നത്, കുടുംബം കർത്താവിന് വേണ്ടി നിലനിന്നത് ലോകം മുഴുവൻ അനുഗ്രഹിക്കപ്പെടാനുള്ളൊരു മുഖാന്തരമായി ദൈവം തീർത്തു. ഒരു മനുഷ്യൻ്റെ അനുഗ്രഹം, ഒരു മനുഷ്യൻ്റെ അനുസരണം, അവനിലൂടെ കടന്നു വന്ന അനുഗ്രഹം സർവ്വലോകത്തിനും രക്ഷയ്ക്ക് കാരണമായത്. പ്രിയമുള്ളവരെ, നമ്മൾ ഭക്തിയുള്ള കുടുംബങ്ങളെ പണിതെടുക്കുമെങ്കിൽ
കർത്താവിന് വേണ്ടി സാക്ഷ്യം പുലർത്തുന്ന കുടുംബങ്ങളെ, കർത്താവിന് വേണ്ടി വചനത്തിൽ സാക്ഷ്യം വഹിക്കുന്നവർ, ജീവിതത്തിൽ സാക്ഷ്യം വഹിക്കുന്നവർ, സൗമ്യമായിട്ട് കർത്താവിനെ ലോകത്തിൻ്റെ മുമ്പിൽ പരിചയപ്പെടുത്തുന്നവർ, സഹിഷ്ണുത കാണിക്കുന്നവർ, അത് നമ്മളുടെ കുടുംബത്തിലുണ്ടെങ്കിൽ അത് മുഖാന്തരം നമ്മുടെ കുടുംബം മാത്രമല്ല, നമ്മൾ വരുന്ന സമൂഹവും സഭയും ഒക്കെ അനുഗ്രഹിക്കപ്പെടുവാൻ അതൊരു മുഖാന്തരമായിട്ട് തീരുമെന്നുള്ളതിൽ ഒരു സംശയവും വേണ്ട. കാരണം ദൈവവചനം അങ്ങനെ ഒരു സാക്ഷ്യമാണ് ഇവിടെ നമുക്ക് നൽകുന്നത്. വരുന്ന നാളുകളിൽ അങ്ങനെ ആയിരിക്കാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. യോബിനെ കുറിച്ച് നമ്മൾ വായിക്കുമ്പോൾ അവൻ ഭക്തനായിരുന്നു. അവനെക്കുറിച്ച് പ്രത്യേകം പറയുന്നൊരു കാര്യം, തൻ്റെ മക്കൾ തെറ്റിപ്പോയിരിക്കുമോ എന്ന് താൻ ഭയപ്പെടുക കൊണ്ട് അവരൊക്കെ വിളിച്ച് യാഗം കഴിക്കും. നമ്മുടെ മക്കൾ കല്യാണമൊക്കെ കഴിഞ്ഞ് പോയാലും വളർന്നാലും ഒരു കണ്ണെപ്പോഴും അവരുടെ മേലെ വച്ചിരിക്കണം. എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ അവരുടെ ജീവിതത്തിൽ യോഗ്യമല്ലാത്തത് നടക്കുന്നുണ്ടോ ഒന്ന് ഇടയ്ക്കൊക്കെ ചിന്തിക്കണം. നല്ല ഫൗണ്ടേഷൻ ഇവിടെ ഉള്ളപ്പോഴും ഇട്ട് കൊടുക്കണം, എന്നാലും നമ്മുടെ കണ്ണ് അവരുടെ മേലെ ഒന്ന് വച്ചിരിക്കണം നമ്മൾ. അതെന്താണെന്ന് ചോദിച്ചാൽ, അവർ തെറ്റിപ്പോകുവാൻ സാധ്യതയുള്ള മേഖലകളെ നാം അവർക്ക് മനസ്സിലാക്കി കൊടുക്കണം. യാതൊരു രീതിയിലുള്ള അനീതികളും അവരുടെ ജീവിതത്തിലില്ല എന്ന് നമ്മൾ ഉറപ്പ് വരുത്തണം. ഈ ഭാരിച്ച കുറ്റങ്ങളൊക്കെ ചെയ്ത് ഈ പേപ്പറിലൊക്കെ നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും. ഭാരിച്ച കുറ്റങ്ങളൊക്കെ ചെയ്ത് പിടിക്കപ്പെട്ട് കഴിയുമ്പോൾ മക്കളെക്കുറിച്ച് അമ്മമാരൊക്കെ പറയുന്ന സാക്ഷ്യമുണ്ട്. അവൻ അങ്ങനെയൊന്നും ചെയ്യില്ല, അവൻ നല്ല കൊച്ചാന്ന് പറയും. നിങ്ങളത് കേട്ട് കാണും. അവരുടെ കാഴ്ചപ്പാടിൽ ഈ മകൻ ഇത്രയും വലിയ കുബുദ്ധിയാണെന്നുള്ളതൊന്നും ഇവർക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. കൊള്ളരുതായ്മ ചെയ്ത് പിടിച്ചു കഴിയുമ്പോൾ, കഞ്ചാവ് വിറ്റ് പിടിച്ചു കഴിയുമ്പോൾ, കൊലപാതകം ചെയ്ത് പിടിച്ചു കഴിയുമ്പോൾ അമ്മമാരുടെ വായിന്ന് വരുന്ന വാക്ക് ഇതായിരിക്കും, അവൻ അങ്ങനെയൊന്നും ചെയ്യില്ല, അവൻ പാവാ. എൻ്റെ പ്രിയമുള്ളവരെ, ആ മനസ്താപം കൊണ്ടൊന്നും അവൻ ജയില് വിട്ട് പുറത്ത് കടക്കാൻ പോകുന്നില്ല. മക്കൾ ഭക്തിയിൽ ജീവിക്കുന്നു എന്ന് നാം ഉറപ്പുവരുത്തേണ്ടതാണ്. നമ്മൾ അതിനു മുമ്പേ ഭക്തിയിൽ ജീവിക്കുന്നു എന്ന് നമ്മൾ ഉറപ്പുവരുത്തുക. നമ്മുടെ മക്കളിലേക്ക് അത് പകർന്നു കൊടുക്കുക. ആരോഗ്യമുള്ള ഒരു കുടുംബത്തെ നാം വാർത്തെടുക്കേണ്ടതാണ്. രണ്ടാമത്, ജീവിത സാക്ഷ്യവും വചനസാക്ഷ്യവും സൗമ്യതയും സഹിഷ്ണുതയും നാം പാലിക്കേണ്ടത് സഭയിലാണ്. ഒന്നാമത് നമ്മുടെ വ്യക്തി ജീവിതത്തിൽ അങ്ങനെ നാം ചെയ്യുന്നുവെങ്കിൽ അത് നമ്മുടെ കുടുംബത്തിലേക്ക് കടന്നു വരും. കുടുംബത്തിലുള്ള കലഹങ്ങളുടെ എണ്ണം കുറഞ്ഞു വരും. നിങ്ങൾ നോക്കിക്കോ, നിങ്ങൾ ഭക്തന്മാരായിട്ട് ജീവിക്കാൻ തുടങ്ങുമ്പോൾ ഒരു വർഷത്തിൽ മുമ്പുണ്ടായിരുന്നതിനേക്കാളും അസ്വാരസ്യങ്ങൾ കുറഞ്ഞു വരും കുടുംബത്തിൽ. എപ്പോഴും നമ്മൾ ശാന്തതയോടെ സംസാരിക്കാനും ബഹുമാനം കൊടുക്കുവാനും പഠിച്ചുകൊണ്ടിരിക്കും. ഇല്ലെങ്കിൽ ദൈവാത്മാവ് കുത്തിക്കൊണ്ടിരിക്കും ഉള്ളിൽ. പറഞ്ഞു മനസ്സിലായല്ലോ? ഭക്തന്മാരായിട്ട് തീരുമ്പോൾ ഇനി അതിൻ്റെ അടുത്ത റിഫ്ലക്ഷൻ കാണാൻ പോകുന്നത് ദൈവസഭയില. ഭക്തനായിരിക്കുന്ന ഒരു മനുഷ്യൻ, ഭക്തിയുള്ള കുടുംബങ്ങളുള്ള ഒരു സഭ താരതമ്യേന സമാധാനമുള്ള ഒരു സഭ ആയിരിക്കും. അതെന്താണെന്ന് ചോദിച്ചാൽ, കർത്താവിൻ്റെ മക്കൾക്ക് നേരെ ഒരു വാക്ക് പറയുവാൻ എനിക്ക് ശങ്ക ഉണ്ടാകും, ഭയമുണ്ടാകും. ദാവീദ് പറഞ്ഞ പോലെ, അഭിഷിക്തന്റെ നേരെ വാളോങ്ങുവാൻ നീ ഭയപ്പെടാതെ ഇരുന്നത് എന്താ നിന്നെ ഭയം ഭരിക്കാതിരുന്നേ? ആ ചോദ്യം നമ്മുടെ ഉള്ളിൽ എപ്പോഴും ഉണ്ടാകും. അഭിഷിക്തന്മാരാണ് ദൈവസഭയിലെ അംഗങ്ങൾ ഓരോരുത്തരും. ഞാൻ മുൻപേ ചിന്തിച്ചിട്ടുള്ളതാണ്. നമ്മൾ നമ്മുടെ സഭയിലുള്ള കൂട്ടു സഹോദരി സഹോദരന്മാരോട് അയോഗ്യമായി ഇടപെടരുത്. യോഗ്യമല്ലാത്ത ഒരു വാക്ക് നമ്മുടെ വായിൽ നിന്ന് പുറത്ത് വരരുത്. സഭയ്ക്കുള്ളിൽ നമ്മുടെ സാക്ഷ്യം ഉന്നതം ആയിരിക്കണം, നല്ല സാക്ഷ്യമായിരിക്കണം. മറ്റുള്ളവർക്ക് എന്നാൽ നന്മ മാത്രമേ വരാവൂ. ഒരാൾക്കും ഒരു ഇടർച്ചയും എൻ്റെ കൂട്ടു സഹോദരനോ സഹോദരിക്കോ എൻ്റെ വാക്കിനാലോ എൻ്റെ പ്രവൃത്തിയാലോ എൻ്റെ എന്തെങ്കിലും ഇടപാടുകളാലോ ആത്മീകമായ തളർച്ചയുണ്ടാകുവാൻ ഇടവരുന്നുവെങ്കിൽ ഞാൻ ഭക്തനല്ല. എൻ്റെ ഭക്തി വെറുതെയാണ്. ഞാൻ പറയുന്ന ഭക്തിയൊക്കെ വെറും കടമാണ്, വ്യാജമാണ്. അതിനകത്ത് യാതൊരു സത്യവുമില്ല. കർത്താവിൻ്റെ വചനം പറയുന്നു, കണ്ടിട്ടുള്ള സഹോദരനെ സ്നേഹിക്കാത്തവന് കാണാത്ത ദൈവത്തെ സ്നേഹിക്കാൻ കഴിയില്ല. നീ വെറുതെ വ്യാജം പറഞ്ഞ് സമയം കളയരുത്.
പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതങ്ങൾ ഒന്ന് പരിശോധിക്കണം, ശരിക്കൊന്ന് പരിശോധിക്കേണ്ടതുണ്ട്. നമ്മുടെ സഭകളിൽ പലപ്പോഴും ഉണ്ടാകുന്ന ഇടർച്ചകൾ, വഴക്കുകൾ, ഭിന്നാഭിപ്രായങ്ങൾ, അങ്ങോട്ടും ഇങ്ങോട്ടും കുതികാൽ വെട്ടുന്ന അവസ്ഥകൾ, അസൂയ, മറ്റൊരാളുടെ വളർച്ചയിലുള്ള നീരസം, ഇങ്ങനെയുള്ളതൊക്കെ കാണാറുണ്ടല്ലോ. അതൊന്നും ഭക്തിയല്ല പ്രിയമുള്ളവരെ, അതൊക്കെ ജഡത്തിൻ്റെ ഫലങ്ങളാണ്. ജഡത്തിൻ്റെ ഫലങ്ങളാണ്, ആത്മാവിൻ്റെ ഫലങ്ങളല്ല അതൊന്നും. എന്നാൽ നമ്മൾ ഭക്തന്മാരായി തീരുമ്പോൾ ദൈവസഭയിൽ നടക്കേണ്ടത് എങ്ങനെയാണെന്ന് നമ്മൾ ശരിക്കും അറിയും. സത്യത്തിൻ്റെ തൂണും അടിസ്ഥാനവുമായി ജീവനുള്ള ദൈവത്തിൻ്റെ സഭയാകുന്ന ദൈവാലയത്തിൽ നീ നടക്കേണ്ടത് എങ്ങനെ എന്നറിയേണ്ടതിന് ഇത് ഞാൻ നിനക്ക് എഴുതുന്നു എന്ന് തിമോത്തിയോസിന് അപ്പസ്തോലൻ എഴുതുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിലും അങ്ങനെ തന്നെയാണ്. ദൈവസഭയെ വന്ന് കളിക്കരുത് പ്രിയമുള്ളവരെ. ദൈവസഭയെ കളിച്ചിട്ട് ഗുണം പിടിക്കുന്നവരാരും ഉണ്ടാകുകയില്ല. കാരണം കർത്താവ് പറഞ്ഞിരിക്കുന്നത് ദൈവത്തിൻ്റെ സഭയെ നശിപ്പിക്കുന്നതിനെ ദൈവം നശിപ്പിക്കുമെന്നാണ്. അത് വിശ്വാസിക്കുകയാണെങ്കിലും അവിശ്വാസിക്കുകയാണെങ്കിലും ഒക്കെ കണക്ക് തന്നെയാണ്. അത് നശിപ്പിച്ചിരിക്കും ദൈവം. കാരണം കർത്താവ് തൻ്റെ രക്തം കൊടുത്ത് സ്നേഹത്തോടെ പോറ്റി വളർത്തുന്ന തൻ്റെ ജനത്തോട് നമുക്ക് ഒരിക്കലും നീരസം ഉണ്ടാകാൻ പാടില്ല. നീരസം വസിക്കുന്നത് ദുഷ്ടൻ്റെ മാർവിലല്ലോ. നീരസം ഉണ്ടാകാൻ പാടില്ല. കർത്താവിനോട് നമുക്കറിയാം, ശിഷ്യന്മാരായ യാക്കോബും ഇടിമക്കൾ യോഹന്നാനും കൂടെ ശമരിയ ഭാഗത്ത് അവർ കർത്താവിനെ കൈക്കൊള്ളാതിരുന്നപ്പോൾ പറഞ്ഞ വാക്ക് നമുക്കറിയാം. ഞങ്ങൾ തീയിറക്കുവാൻ, ഏലിയാവ് തീയിറക്കിയതുപോലെ തീയിറക്കുവാൻ കൽപ്പിക്കണമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ കർത്താവ് പറയും, നിങ്ങൾ ഏത് ആത്മാവിന് അധീനരാണെന്ന് നിങ്ങൾക്ക് അറിയില്ല. മനുഷ്യപുത്രൻ വന്നത് മനുഷ്യരുടെ പ്രാണങ്ങളെ രക്ഷിപ്പാനാണ്, നശിപ്പിക്കാനല്ല. കർത്താവിൻ്റെ ഡിക്ഷണറിയിൽ നശിപ്പിക്കുക എന്ന പദം എഴുതി വച്ചിട്ടില്ല. ഇടിച്ചു കളവാനല്ല, പണിയുവാനത്രേ. പണിയുവാൻ മാത്രം കർത്താവ് അപ്പസ്തോലന്മാർക്ക് കൊടുത്ത അധികാരം അതാണെങ്കിൽ നമ്മൾക്കും അതിലപ്പുറത്തൊരു അധികാരവും ഇല്ല പ്രിയമുള്ളവരെ. ദൈവസഭയിൽ നമ്മൾ സാക്ഷ്യം പുലർത്തണം. മാത്രമല്ല, ദൈവസഭ വചനത്തിന് സാക്ഷ്യം വഹിക്കുവാൻ എടുക്കുന്ന പരിശ്രമങ്ങളിൽ നമ്മളും പങ്കാളികൾ ആയി തീരണം. അക്കാര്യത്തിൽ ഞാൻ കഴിഞ്ഞ ആഴ്ചകളിൽ അത് പറയുകയുണ്ടായി. വചനസാക്ഷ്യം എന്ന വിഷയം എടുത്തപ്പോൾ നമ്മുടെ സഭകൾ ഒരു ആത്മപരിശോധന ചെയ്യേണ്ട സമയം കടന്നുപോയി. നമ്മൾക്ക് പല അജണ്ടകളുണ്ട്. ഈ ഒരു വിഷയത്തിന് വേണ്ട പോലെ നമ്മൾ പരിഗണന കൊടുക്കുന്നില്ല. എല്ലാ വ്യക്തികളും കർത്താവിന് സാക്ഷ്യം, വചനത്തിന് സാക്ഷ്യം വഹിക്കുന്നവർ ആയിരിക്കണം. അത് സഭയായിട്ട് ബിൽഡപ്പ് ചെയ്യണം. സഭ അങ്ങനെ വളർന്നു വരണം. അങ്ങനെ വളരുന്ന സഭകൾ തീർച്ചയായിട്ടും അഭിവൃദ്ധി പ്രാപിക്കും. അതെന്താ കാരണമെന്ന് ചോദിച്ചാൽ, വചനത്തിന് സാക്ഷ്യം വഹിക്കുന്ന ഒരു വ്യക്തിക്ക് അതിന് സാക്ഷ്യം വഹിക്കാതെ നടക്കുന്ന ഒരു വ്യക്തിയെക്കാളും വിശുദ്ധിയോടെയും നീതിയോടെയും ജീവിക്കേണ്ടത് ആവശ്യമാണ്. ഞാൻ പറഞ്ഞത് മനസ്സിലായി കാണുമെന്ന് ഞാൻ കരുതുകയാണ്. ഞാൻ വചനവുമായിട്ട് കടന്നു പോകുന്ന ഒരു മനുഷ്യനാണെങ്കിൽ വചനം മറ്റുള്ളവരോട് ഞാൻ പങ്കുവയ്ക്കുമ്പോൾ എൻ്റെ ജീവിതത്തിൽ ദൈവം ഉദ്ദേശിക്കുന്ന വിശുദ്ധിയും നീതിയും ഉണ്ട് എന്ന് എനിക്ക് ഉറപ്പ് ഉണ്ടാകണം. അല്ലെങ്കിൽ എനിക്ക് പ്രാഗൽഭ്യത്തോടു കൂടെ ദൈവവചനം പങ്കുവയ്ക്കുവാൻ സാധ്യമല്ല. ദൈവവചനം നമ്മിൽ ക്രിയ ചെയ്തിട്ട് അത് നമ്മെ വിശുദ്ധീകരിക്കുവാനായിട്ട് ഇടയായിട്ട് തീരും. സാക്ഷ്യം വഹിക്കാത്തവന് ഇതിൻ്റെ ആവശ്യമില്ലല്ലോ. ഞാൻ ഈ സൺഡേ എല്ലാ ആഴ്ചയും നമുക്ക് മീറ്റിംഗ് ഉണ്ടല്ലോ. എന്തുകൊണ്ടാണ് ഈ സൺഡേ മീറ്റിംഗ് വെച്ചിരിക്കുന്നതെന്ന് ഞാൻ പലപ്പോഴും ചിന്തിക്കുക. അപ്പോൾ ഒരു കാര്യം എനിക്ക് മനസ്സിലായത്, ഈ സൺഡേ മീറ്റിംഗ് എല്ലാ ആഴ്ചയും ഉള്ളതുകൊണ്ട് എത്രയെങ്കിലും വിശുദ്ധി നമുക്ക് അതുള്ള വാസ്തവമാണ്. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ, ഒരു വർഷത്തിലൊരിക്കലാണ് നമുക്ക് അപ്പം നുറുക്കൽ ഉണ്ടായിരുന്നതെങ്കിൽ 360 ദിവസവും തോന്നിയ പോലെ ജീവിക്കാനായിരിക്കും കൂടുതൽ താല്പര്യം. ഒരു 5 ദിവസം വന്നിട്ട് ഭയങ്കര വിശുദ്ധിയായിരിക്കും. എന്തിനാണെന്നറിയാമോ? ഈ അപ്പം നുറുക്കാൻ വേണ്ടി. അത് കഴിയുമ്പോൾ 360 ദിവസം പിന്നെ തോന്നിയ പോലെ ജീവിക്കും. സഭായോഗം അപ്പം നുറുക്കലുള്ളത് കൊണ്ട് നല്ലൊരു പങ്കും വിശുദ്ധനായി ജീവിക്കാൻ നമ്മൾ
ശ്രമിക്കുന്നുണ്ട്. അല്ലെങ്കിൽ എന്ത് പറ്റും? മനസാക്ഷിയുടെ ആക്ഷേപ നിമിത്തം അപ്പം നുറുക്കാൻ പറ്റില്ല. അപ്പം അതുകൊണ്ട് നന്നായി ജീവിക്കാൻ നോക്കും. ഞാനതൊരു കുടുക്ക് ഇടുകയല്ല. പക്ഷെ കർത്താവ് നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത് എപ്പോഴും നമ്മൾ ഭക്തരായി ജീവിക്കണമെന്നാണ്. അതാ ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. അങ്ങനെ നാം ജീവിക്കുമ്പോൾ കർത്താവിൻ്റെ വചനത്തിന് സാക്ഷ്യം വഹിക്കുവാനായിട്ടുള്ള കോൺഫിഡൻസും നമുക്ക് ഉണ്ടാകും. ഈ കാര്യത്തിൽ ദൈവസഭകൾ വളർന്നു വരേണ്ടത് ആവശ്യമാണ്. 3 യോഹന്നാൻ 1:12 ഒരു വ്യക്തിയെക്കുറിച്ച് പറയുന്ന ഒരു സാക്ഷ്യമുണ്ട്. 3 യോഹന്നാൻ 1:12. ആ അതെ, ദെമത്രിയോസ് എന്ന വ്യക്തിയെ കുറിച്ചിട്ട് ദൈവവചനം പറയാ. അവനെ കുറിച്ച് നല്ല സാക്ഷ്യമാണ്. സത്യം തന്നെയും സാക്ഷ്യം. എന്തായിരിക്കും സത്യം? ദൈവവചനമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ദൈവവചനത്തിന്റെ വെളിച്ചത്തിൽ ദെമത്രിയോസിനെ കുറിച്ച് പറയാ നല്ല സാക്ഷ്യം ഉള്ള മനുഷ്യനാണ്. അപ്പസ്തോലനായ യോഹന്നാനും പറയുന്നത് അത് തന്നെയാണ്. ഞങ്ങളും അതേ കാര്യമാണ് പറയുന്നത്. അപ്പം ഈ മനുഷ്യൻ നല്ലൊരു വ്യക്തിയായിരിക്കണം അല്ലേ? എൻ്റെ പ്രിയമുള്ളവരെ, ഇതായിരിക്കട്ടെ നമ്മുടെ സാക്ഷ്യം. നമ്മൾ നോക്കിയിട്ട് മനുഷ്യർ പറയട്ടെ അദ്ദേഹം നല്ല ഒരു ഭക്തനാണ്. അതായിരിക്കട്ടെ നമ്മുടെ സാക്ഷ്യം. ജീവിതത്തിൽ നമുക്കൊരു സാക്ഷ്യം ഉണ്ടായിരിക്കണം. വ്യക്തി ജീവിതത്തിൽ നമുക്ക് ആക്ഷേപം ഉണ്ടാകാൻ പാടില്ല, അത് നമുക്കറിയാം. കുടുംബ ജീവിതത്തിൽ നമുക്ക് ആക്ഷേപം ഉണ്ടാകാൻ പാടില്ല, കുടുംബത്തിലുള്ളവർക്ക് അതറിയാം. സഭയുടെ മധ്യേ നമുക്ക് ആക്ഷേപം ഉണ്ടാകാൻ പാടില്ല, സഭ അറിയണം. കഴിഞ്ഞ കാലങ്ങളിൽ നമ്മളിൽ എന്തെങ്കിലുമൊക്കെ കുറവുകൾ വന്നിട്ടുണ്ടെങ്കിൽ ദൈവസന്നിധിയിൽ അതൊക്കെ ഓർത്ത് ക്ഷമ ചോദിച്ച് ഒരു പുതിയ അധ്യായം നമ്മൾ തുറക്കണം. ആരെങ്കിലും ഇങ്ങനെ പറഞ്ഞാൽ ഇതൊക്കെ കൊണ്ടാ സഹോദര ഞാൻ കാര്യമായിട്ട് ശുശ്രൂഷകളിലൊന്നും പങ്കെടുക്കാതെ ഇങ്ങനെ മൗനമായിട്ടിരിക്കുന്നത്, എന്താ ആർക്കും ഒരു ദ്രോഹവും വരികയില്ല. അതും ഒരു കൊള്ളരുതാത്ത സാക്ഷ്യമാണ്. അതെന്താ? നമ്മുടെ ശരീരത്തിൽ ഞാനൊരു ഉദാഹരണം പറയാം. ഒരു വിരല് തൂങ്ങിക്കിടക്കുന്ന വിരലാണെന്ന് കരുതുക. ഞാൻ പറഞ്ഞു മനസ്സിലായോ? ആ വിരൽ കൊണ്ട് എന്തെങ്കിലും ഉപകാരമുണ്ടോ ശരീരത്തിന്? ഇല്ല. അതുപോലെയാണ് ഈ പറഞ്ഞ വ്യക്തി. നിങ്ങൾ തമ്മിൽ തമ്മിൽ പ്രബോധിപ്പിക്കണമെന്നും അന്യോന്യം ഭാരങ്ങൾ വഹിക്കണമെന്നും അന്യോന്യം സഹായിക്കണമെന്നും ഒക്കെ പഠിപ്പിക്കുമ്പോൾ ഇതൊന്നും ചെയ്യാതെ ഇരുന്ന് കഴിഞ്ഞാൽ സഭാംഗം എന്നുള്ളതിൻ്റെ ഗുണമുണ്ടോ? ഇല്ല. അതുകൊണ്ട് അങ്ങനെ ഒരു ഒഴികഴിവ് ഇല്ല. പൂർണ്ണമായി സഭയുടെ ആക്ടിവിറ്റികളിൽ ആക്റ്റീവായിട്ട് പങ്കെടുക്കുന്നവനായിട്ട് ഇരിക്കുമ്പോൾ തന്നെ ആർക്കും ഒരു ഇടർച്ച വരുത്താത്ത രീതിയിൽ സാക്ഷ്യം പുലർത്തണം. അതാണ് ഇവിടെ ദെമത്രിയോസിനെ കുറിച്ച് പറയുന്നത്. ദെമത്രിയോസിന് എല്ലാവരാലും സത്യത്താൽ തന്നെയും തന്നെയും സാക്ഷ്യം ലഭിച്ചിട്ടുണ്ട്. ഞങ്ങളും സാക്ഷ്യം പറയുന്നു. ആ സാക്ഷ്യം ഞങ്ങൾ സത്യമാണെന്ന് ഞങ്ങളും അറിയുന്നുണ്ട്. അവൻ നല്ലവനാ. ഇതായിരിക്കട്ടെ നമ്മുടെ സാക്ഷ്യം. നമ്മളുടെ സമയം ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത ആഴ്ച നമുക്കിതിൻ്റെ കണ്ടിന്യൂ ചെയ്യാം. ദൈവസഭയിൽ നമ്മൾ സാക്ഷ്യം പുലർത്തുന്നവർ ആയിരിക്കണം. മാത്രമല്ല വചനത്തിന് വേണ്ടി നമ്മൾ സാക്ഷ്യം വഹിക്കുവാനായിട്ട് സഭയായിട്ട് മുതിരണം. ഈ ഒരു മേഖലയിൽ നമ്മൾ പരമാവധി വർത്തിക്കേണ്ടത് ആവശ്യമാണ്. ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞോ എന്ന് എനിക്കറിയില്ല. ഒരു വർഷത്തിൽ ഒരാളോടെങ്കിലും സുവിശേഷം പറയാനായിട്ട് നമ്മൾ, ഒരാളോടല്ല പറയേണ്ടത്, ഞാൻ പറയുകയാണ്, ഒരു ടാർഗറ്റ് നമ്മൾ സെറ്റ് ചെയ്യണം. അതിനുവേണ്ടി നാം പ്രാർത്ഥിച്ച് നമ്മൾ അതിനുവേണ്ടി അധ്വാനിക്കണം. നമ്മളുടെ ജീവിതത്തിൻ്റെ ഒരു മാതൃകയായിട്ട് അത് തീരട്ടെ, ഒരു മാർഗമായിട്ട് തീരട്ടെ, ഒരു ക്യാരക്ടറായിട്ട് തീരട്ടെ. കർത്താവിന് വേണ്ടി സാക്ഷ്യം വഹിക്കുക എന്ന് പറയുന്നത് അതിനേക്കാളും മികച്ച ഒരു കാര്യം ഈ ലോകത്തിൽ ഇല്ല. മറ്റെന്ത് കാര്യങ്ങളും നമ്മൾ വിൽക്കുമ്പോൾ അത് മായം കലർന്നതാണെങ്കിൽ ഒരു മായവുമില്ലാത്ത പരിപാവനമായ പൂർണ്ണ സത്യമായ മറ്റൊരു വസ്തുതയും ഈ ലോകത്തിൽ ഇല്ല. പ്രിയമുള്ളവരെ, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സുവിശേഷം മാത്രമേ അങ്ങനെയുള്ളൂ. അത് ജീവിപ്പിക്കുന്നതാണ്, അത് സത്യമാണ്. പിന്നെ എന്തിനു നാം ലജ്ജിക്കണം അത് പറയുന്നതിന്? അതുകൊണ്ട് വചനത്തിന് സാക്ഷ്യം വഹിക്കുവാൻ സഭയായിട്ട് എല്ലാ ശ്രമങ്ങളും ചെയ്യേണ്ടത് ആവശ്യമാണ്. എല്ലാ വ്യക്തികളും അത് ചെയ്യുമ്പോൾ സഭ അത് ചെയ്യുന്നതായിട്ട് തീരും. ദൈവം നമ്മെ സഹായിക്കട്ടെ. മറ്റ് വിഷയങ്ങൾ പുറകാലം നമുക്ക് ദൈവനോദിക്കുന്ന അടുത്ത ആഴ്ച ചിന്തിക്കാം. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ദൈവനാമം എന്നുമെന്നും വാഴ്ത്തപ്പെടുമാറാകട്ടെ.